നമസ്കാരം, KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. രാസലഹരിക്കെതിരെ AIYF പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈവനിംഗ് വാക്ക് സംഘടിപ്പിച്ചു. തൃശൂർ പൂരം ന്യൂനതയില്ലാതെ നടത്തും. മന്ത്രി AK ശശീന്ദ്രൻ വനം മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. എന്റെ കേരളം മെഗാ പ്രദർശന വിപണനമേള പോസ്റ്റർ പ്രചരണ വീഡിയോ പ്രകാശനവും അവലോകന യോഗവും നടന്നു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. രാസലഹരിക്കെതിരെ AIYF പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈവനിംഗ് വാക്ക് സംഘടിപ്പിച്ചു. AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി ഉദ്ഘാടനം ചെയ്തു. AIYF മണ്ഡലം പ്രസിഡന്റ് VR രബീഷ് അധ്യക്ഷത വഹിച്ചു. AIYF ഈവനിംഗ് വാക്ക് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ, AIYF സംസ്ഥാന കമ്മിറ്റി അംഗം VK വിനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം PM നിക്സൺ, VR സുരേഷ്, VK അനീഷ്, AIYF ജില്ലാ കമ്മിറ്റി അംഗം മിഥുൻ, VS ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. AIYF പുതുക്കാട് മണ്ഡലം സെക്രട്ടറി VN അനീഷ് സ്വാഗതവും PU ഹരികൃഷ്ണൻ നന്ദിയും അറിയിച്ചു. ലഹരിക്കെതിരെ പോരാടാൻ ഉറച്ച മനസ്സുമായി നിങ്ങൾ എല്ലാവരും ഈ പോരാട്ടത്തിന്റെ ഭാഗമാവണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. തൃശൂർ പൂരം ന്യൂനതകളില്ലാതെ നടത്തുകയാണ് സർക്കാരിന്റെ ആഗ്രഹമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് ഹാളിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ പൂരം കാണാനുള്ള സൗകര്യം ഒരുക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഈ അടുത്തുണ്ടായ ദൌർഭാഗ്യകരമായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് ഭയാശങ്കയില്ലാതെ പൂരം കാണാൻ സാഹചര്യം ഒരുക്കേണ്ടതുണ്ട്. എല്ലാ കക്ഷികൾക്കും സ്വീകാര്യമായ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് ആവശ്യമെങ്കിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പൂരവുമായി ബന്ധപ്പെട്ട് ഏത് ഉത്തരവും ജില്ലാ കളക്ടറുടെ അറിവോടെയും സമ്മതത്തോടെയും വേണം പുറപ്പെടുവിക്കാനെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. പൂരത്തിന്റെ സുരക്ഷ ഒരുക്കാൻ പൂരം കമ്മിറ്റിയും ആന ഉടമസ്ഥരും സഹകരിക്കണം. ദൈനംദിന പ്രവർത്തനങ്ങൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ നിരീക്ഷിക്കണം. എറണാകുളം റീജിയണൽ CCF എല്ലാ ദിവസവും നടത്തിപ്പ് സംബന്ധിച്ച് റിപ്പോർട്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് നൽകണം. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഉദാരമായ സമീപനം വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വേണമെന്ന് ഓൺലൈനായി പങ്കെടുത്ത റവന്യൂ ഭവന നിർമ്മാണ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ആവശ്യപ്പെട്ടു. ചട്ടങ്ങളും നിയമങ്ങളും കാലാകാലങ്ങളിൽ മാറി വരുന്നതുകൊണ്ട് ആന ഉടമസ്ഥർ ആനയെ വിട്ടുതരാൻ മടിക്കുന്ന സാഹചര്യമുണ്ട്. ആനപ്പാപ്പാന്മാരുടെ വിവരങ്ങൾ പോലീസിന് നൽകുന്നതിൽ ആന ഉടമകൾക്ക് ബുദ്ധിമുട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആന എഴുന്നള്ളിപ്പിനുള്ള മാർഗനിർദ്ദേശങ്ങൾ വനംവകുപ്പ് എറണാകുളം സെൻട്രൽ റീജിയണൽ ഫോറസ്റ്റ് കൺസർവേറ്റർ ഇന്ദു വിജയൻ വിശദീകരിച്ചു. ഇത്തവണ പൂരത്തിന് വനംവകുപ്പിന്റെ RRT ടീമും രംഗത്തുണ്ടാകുമെന്നും CCF അറിയിച്ചു. പൂരം ഭംഗിയായി നടത്താൻ വേണ്ട തയ്യാറെടുപ്പുകൾ എടുത്തിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. പൂരവുമായി ബന്ധപ്പെട്ട ഏത് ആവശ്യങ്ങൾക്കും ബന്ധപ്പെടേണ്ട ഉദ്യോഗസ്ഥൻ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആയിരിക്കും. ഘടകപൂരങ്ങളുടെ മീറ്റിംഗ് വിളിച്ച് സമയക്രമം പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡും അറിയിച്ചു. ആനകളുടെ പരിശോധന സമയം നീട്ടാൻ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി ചേർന്ന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. ആവശ്യമെങ്കിൽ അധിക സ്ക്വാഡിനെ നിയോഗിക്കുന്നതിനുള്ള സാധ്യത പരിശോധിക്കും. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് G കൃഷ്ണൻ, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ, DFO രവികുമാർ മീണ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് T മുരളി, സബ് കളക്ടർ അഖിൽ V മേനോൻ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, ദേവസ്വം ബോർഡ് പ്രതിനിധികൾ, ആന ഉടമകളുടെ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. എന്റെ കേരളം മെഗാ പ്രദർശന വിപണനമേള പോസ്റ്റർ പ്രചരണ വീഡിയോ പ്രകാശനവും അവലോകന യോഗവും നടന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന എന്റെ കേരളം മെഗാ പ്രദർശന വിപണനമേളയുടെ പോസ്റ്ററിന്റെയും പ്രചരണ വീഡിയോയുടെയും പ്രകാശനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു.
മാർച്ച് 29 ചേർന്ന സംഘാടക സമിതി യോഗത്തിലെ തീരുമാനപ്രകാരം രൂപീകരിച്ചിരുന്ന വിവിധ സബ് കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗവും ഇതോടനുബന്ധിച്ച് നടന്നു. പ്രദർശന വിപണന മേളയോടനുബന്ധിച്ച് നടക്കുന്ന കലാസാംസ്കാരിക പരിപാടികളുടെ മുന്നൊരുക്കങ്ങൾ, സ്റ്റാളുകളുടെ വിന്യാസം സംബന്ധിച്ച ഒരുക്കങ്ങളും വിലയിരുത്തി. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സബ് കളക്ടർ അഖിൽ വി മേനോൻ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ടി മുരളി, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ടി ആർ മായ, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ എസ് ഷീബ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി കെ വേലായുധൻ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ യൗസേപ്പിതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ റവറൻ ഫാദർ വിൽസൺ ഈരത്തറ കൊടിയേറ്റത്തിന് കാർമ്മികത്വം വഹിച്ചു. കൊടകര ഫൊറോന വികാരി റവറൻ ഫാദർ ജെയ്സൺ കരിപ്പായി, സഹവികാരി ഫാദർ ലിൻഡോ കാരക്കാടൻ എന്നിവർ സന്നിഹിതരായിരുന്നു. മെയ് 4-നാണ് ഊട്ടുതിരുനാൾ. മറ്റത്തൂർ ദർശനം ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ BSc അഗ്രികൾച്ചറൽ വിദ്യാർത്ഥികൾക്ക് പഠന ക്ലാസ് സംഘടിപ്പിച്ചു. അക്ഷയശ്രീ അവാർഡ് ജേതാവും ജൈവ കർഷകനുമായ വിനയൻ TP ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ AV രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഇസാഫ് സംസ്ഥാന കോർഡിനേറ്റർ റോയ് VS മുഖ്യാതിഥിയായിരുന്നു. മാനേജർ KB തിലകൻ സ്വാഗതം ആശംസിച്ചു. ഡയറക്ടർമാരായ രഞ്ജിത്ത് കൈപ്പിള്ളി, സുബ്രഹ്മണ്യൻ, പോൾ പുല്ലൻ, കമ്പനി CEO ജോൺ ചിറമൽ എന്നിവർ കൃഷിയെ സംബന്ധിച്ച് ക്ലാസ് എടുത്തു. മാള കുരുവിലശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് കോടികൾ തട്ടിയെടുത്ത കേസിൽ മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി പിടിയിലായി. കുരുവിലശ്ശേരി സ്വദേശി കപ്ലിയത്ത് വീട്ടിൽ സജീവനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ റിമാൻഡ് ചെയ്തു. 2011 ഡിസംബർ മുതൽ 19 നവംബർ വരെ ബാങ്ക് പ്രസിഡന്റായിരുന്ന AR രാധാകൃഷ്ണൻ, അസിസ്റ്റന്റ് സെക്രട്ടറിയായിരുന്ന സജീവൻ, ജൂനിയർ ക്ലർക്കായിരുന്ന ഡോജോ എന്നിവർ ചേർന്ന് അംഗങ്ങളുടെ പേരിൽ വ്യാജരേഖകളുണ്ടാക്കി തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. ഇവരുടെ കുടുംബങ്ങളുടെ പേരിൽ മതിയായ ഈടില്ലാതെ വായ്പയെടുത്ത് 2.97 കോടി രൂപയിലധികം തട്ടിപ്പ് നടത്തിയെന്നാണ് ബാങ്ക് സെക്രട്ടറിയായിരുന്ന നിക്സൺ ഡിസംബറിൽ പരാതി നൽകിയത്. ഈ പരാതിയിലാണ് മാള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. തൃശൂർ റൂറൽ ക്രൈംബ്രാഞ്ച് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. വാഹന അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. തൃശൂർ പറപ്പൂർ സ്വദേശി നാലുപുരയ്ക്കൽ സിദ്ധാർത്ഥന്റെ ഭാര്യ 58 വയസ്സുള്ള രുക്മണിയാണ് മരിച്ചത്. ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച രാവിലെയാണ് മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച ദേശീയപാത ചാലക്കുടി ക്രസന്റ് സ്കൂളിന് സമീപത്ത് വെച്ചായിരുന്നു വാഹനാപകടം. തൃശൂർ ഭാഗത്തേക്ക് നിന്നും അങ്കമാലി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാറ്റ സുമോ നിയന്ത്രണം വിട്ട് ഹൈമാസ്റ്റ് ലൈറ്റിന്റെ തൂണുകളിൽ ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ രുക്മണിയടക്കം 9 പേർക്ക് പരിക്കേറ്റിരുന്നു. ചാലക്കുടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഫയർ ആൻഡ് റെസ്ക്യൂ, സിവിൽ ഡിഫൻസ് ആൻഡ് ഹോം ഗാർഡ്സ് ഡയറക്ടർ ജനറലിന്റെ വിശിഷ്ട സേവനത്തിനുള്ള സിവിൽ ഡിഫൻസ് DG ഡിസ്ക് ആൻഡ് കമൻഡേഷൻ ബിനേഷ് CK ഏറ്റുവാങ്ങി. തിരുവനന്തപുരം ഫയർ ആൻഡ് റെസ്ക്യൂ ആസ്ഥാനത്ത് വെച്ച് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ ജനറൽ K പത്മകുമാർ IPS ബിനേഷിന് ഡിസ്ക് ആൻഡ് കമൻഡേഷൻ സർട്ടിഫിക്കറ്റ് നൽകി ആദരിച്ചു. തൊട്ടിപ്പാൾ സ്വദേശിയായ ബിനേഷ് പുതുക്കാട് അഗ്നിരക്ഷാ നിലയത്തിലെ സിവിൽ ഡിഫൻസ് വാർഡനും പാലക്കാട് റീജിയണൽ ചീഫ് വാർഡനുമാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ അതിരപ്പള്ളിയിൽ തെങ്ങ് കത്തി. അതിരപ്പള്ളി കണ്ണംകുഴി വെളുത്തായി മോഹനന്റെ തെങ്ങാണ് കത്തിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ഉണ്ടായ ശക്തമായ ഇടിമിന്നലിലാണ് സംഭവം. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,002 രൂപ, പവന് 72,016 രൂപ.
ശോഭയിൽ നിൻമുഖം മാത്രം, നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന. പ്രധാന വാർത്തകൾ വീണ്ടും. രാസലഹരിക്കെതിരെ AIYF പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈവനിംഗ് വാക്ക് സംഘടിപ്പിച്ചു. തൃശൂർ പൂരം ന്യൂനതയില്ലാതെ നടത്തും. മന്ത്രി AK ശശീന്ദ്രൻ വനം മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. എന്റെ കേരളം മെഗാ പ്രദർശന വിപണനമേള, പോസ്റ്റർ പ്രചരണ വീഡിയോ പ്രകാശനവും അവലോകന യോഗവും നടന്നു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.